ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ത്രിയേകദൈവത്തിന് സ്തുതി. നോമ്പ് കാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നാം എത്തിയിരിക്കുന്നു. നോമ്പിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലെ ബലഹീനമായ ചുവടുവെപ്പുകൾ നടത്തിയതോർത്ത് അനുദപിച്ച് പുതിയ രൂപമായി ദൈവസന്നിധിയിൽ പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ഈ കാലയളവിൽ നമുക്ക് സാധിക്കട്ടെ. ഭൂമി മുഴുവൻ നിശബ്ദമായിരിക്കുന്നു. വലിയ നിശബ്ദത. കാരണം രാജാവ് ഉറക്കത്തിലാണ്. പീഡാനുഭവ വെള്ളിയുടെ ദുഃഖത്തിലും ഉയർപ്പിന്റെ സന്തോഷത്തിലുമിടയിലുള്ള ഒരു ദുഃഖശനി. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശു ഉയർപ്പിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാനുള്ള അഗാധമായ ശ്രമമാണ് നമുക്ക് വേണ്ടത്. ഒരു ചിത്രശലഭം വരുന്നത് പോലെയാണ്. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണ് ദുഃഖശനി. വൃത്തമായ അവസ്ഥയിൽ നിന്നും പുതുജീവിതത്തിലേക്കുള്ള രൂപാന്തരം വീർപ്പുമുട്ടലിൻ്റെ ഒരു ശനിയെന്നും നമുക്ക് ഈ ദിനത്തെ പറയാം. എല്ലാ ആകുലതകളെയും യേശുവിൻ്റെ മരണത്തോട് ചേർത്ത് വെച്ച് പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ആനന്ദകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വീർപ്പുമുട്ടൽ. അതാണ് ദുഃഖശനിയുടെ പ്രതീകാത്മകമായ കാര്യം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് യേശു നൽകുന്ന ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ലോകത്തിന് പ്രകാശമാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കാനുള്ള ജീവിതമാണ് നയിക്കുന്നതെന്ന് ആ സ്വർഗീയ പ്രകാശം നമുക്ക് കാണിച്ചു തരികയാണ്. ലോകം വിലപ്പെട്ടത് എന്ന് കരുതുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിനുള്ള തീരുമാനമാണ് നമുക്ക് വേണ്ടത്. ഉയർപ്പ് കഴിഞ്ഞും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനി ഓർക്കേണ്ടത് ലോകത്തിലാണ്. എന്നാൽ ലോകത്തിൻ്റെതല്ല ഈ ചിന്തയും ജീവിക്കുവാൻ പരിശ്രമിക്കുക. യേശുവിൻ്റെ ഉയർപ്പിനു വേണ്ടി ലോകം കാത്തിരിക്കുമ്പോൾ ജീവിതത്തിൽ നിരാശയും ദുഃഖവും വെടിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ദൈവം വലിയ ഉയർപ്പ് അനുഭവമായി നമ്മളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.